By education, I mean the all-round drawing out of the best in child and man, body, mind and spirit. ഗാന്ധിജി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞതാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദ ഓൾ-റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ. കുട്ടിയെന്നില്ല, മുതിർന്നവരെന്നില്ല, എല്ലാവരിലും ഉള്ള പൂർണ്ണമായ ഒരു ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ടാണ്. പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഓൾറൗണ്ട് എന്ന് പറയുമ്പോൾ അത് മാനസികമായ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ അത് ആത്മീയമായ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം. ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, എല്ലാം പഠിക്കാനുള്ള ഒരു കഴിവ് സ്വായത്തമാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. വലിയ ഒരു അർത്ഥതല ഉള്ള ഒന്നാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വിളയും, അല്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതാണ്. വായന എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയിൽ വലിയൊരു അഭിവാജ്യ ഘടകമാണ്. നാം എന്തെങ്കിലും വിളയിക്കണമെങ്കിൽ അത് വായനയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. മഹാനായ പൂന്താനം തൻ്റെ ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നതും ചിലർ. വിദ്യ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നറിയാതെ ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നതും ചിലർ. ജ്ഞാനപ്പാനയിൽ വളരെ പ്രശസ്തമായൊരു ലൈനാണ്. എന്തായാലും എഡ്യൂക്കേഷൻ, അതല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിക്കേണ്ട ഒരു മേഖലയാണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കണം, ഏതൊക്കെ ഏരിയകൾ പഠിക്കണം, എവിടെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം. എന്തായാലും ഇതൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഹൗ ടു സ്റ്റഡി, വെൻ ടു സ്റ്റഡി, വൈ ടു സ്റ്റഡി, ഫ്രം വേർ ടു സ്റ്റഡി, ഹൗ ടു സ്റ്റഡി. സോ വി ഹാവ് ടു ടാക്കിൾ, we have to find the answer of these questions. So the answer of these questions are already answered by different personalities. I told you about the Gandhiji, about the Poondanam, about the Kunyunni Mash, and so many dignitaries, they have shared their thoughts about education. So education, വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്, ഇത് നമ്മൾ ഒരു ഡയറക്റ്റായിട്ട് ഇൻബോൺ ആയിട്ട് കിട്ടുന്നൊരു സ്കില്ലല്ല. ഇറ്റ്സ് അഭ്യാസമാണ്. വിദ്യ അഭ്യസിക്കലാണ്. അഭ്യാസം സ്കില്ലാണ്. എഡ്യൂക്കേഷൻ ഒരു സ്കില്ലായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഈസ് എ പ്രോസസ്സാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്. എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിൽ നമ്മൾ ഷൻ എന്ന് അവസാനിക്കുമ്പോൾ ഈ കൈൻഡ് ഓഫ് പ്രോസസ്സ്, ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നമ്മൾ എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാവണം. എന്തായാലും ലെറ്റ് us study what the Francis Bacon says about the education, about the study, about the learning, about the knowledge. So let's see in this chapter of studies by Francis Bacon. He was the father of English essays, and he is the father of English essays. So let's go through the chapter of studies.
പഠനങ്ങളെക്കുറിച്ച് ബേക്കൺ തൻ്റെ എല്ലാ എസ്സകളും തുടങ്ങുന്നത് ഓഫ് എന്ന ഒരു പ്രിപ്പോസിഷൻ വെച്ചിട്ടാണ്. ഓഫ് സ്റ്റഡീസ്, പഠനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു എസ്സയിൽ പറയുന്നത്. ഓഫ് സ്റ്റഡീസ്, എബൌട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത് പോലെ ഓഫ് സ്റ്റഡീസ്. അദ്ദേഹത്തിൻ്റെ എല്ലാ എസ്സയും ഇതേപോലെ തന്നെ തുടങ്ങുന്നത് ഓഫ് സ്റ്റഡീസ്, ഓഫ് ഡെത്ത്, ഓഫ് റിവെഞ്ച്, ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്. ഇങ്ങനെ അദ്ദേഹം വിവിധ വിഷയങ്ങളെക്കുറിച്ച്, ഡിഫറെൻറ്റ് ടോപ്പിക്കുകളെക്കുറിച്ച് അദ്ദേഹം ഇതേപോലെ എസ്സകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് തന്നെ പറയപ്പെടാവുന്ന ഒരു എസ്സയാണ് ഓഫ് സ്റ്റഡീസ്. ഈ എസ്സയുടെ പ്രത്യേകത, അദ്ദേഹം വളരെ അബ്രിഡ്ജ്ഡ് ആയിട്ട്, വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ അദ്ദേഹം എപ്പിഗ്രമാറ്റിക് സ്റ്റൈലിൽ പറയും, അതായത് ഒരു പരിഹാസ രീതിയിൽ ആളുകളിലുള്ള പ്രശ്നങ്ങൾ ആ രീതിയിൽ പറയാറുണ്ട്, എപ്പിഗ്രമാറ്റിക് സ്റ്റൈൽ എന്ന് പറയും. മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു എസ്സയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹം അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്നറിയും. നമ്മൾ ഓരോ സൂക്തങ്ങൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസ് ആയിട്ട് ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് പിത്തി സ്റ്റൈൽ എന്നാണ്. പിത്തി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന സെൻറ്റൻസ് വളരെ മീനിങ് ഫുൾ ആയതായിരിക്കും. നല്ല മീനിങ് ഫുൾ ആയ സെൻറ്റൻസ് പറയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്വാളിറ്റി. എല്ലാ സെൻറ്റൻസ് ആണെങ്കിലും അതിൽ ഒഴിവാക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല, മീനിങ് ഫുൾ ആയ സെൻറ്റൻസുകൾ. അതേപോലെ തന്നെ ടേഴ്സ് സ്റ്റൈൽ എന്ന് പറയും, അബ്രിഡ്ജ്ഡ് ആയിട്ട് വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറയാം. ഷോർട്ടായിട്ട് പറയുന്നതോടൊപ്പം തന്നെ മീനിങ് ഫുൾ ആയിട്ടും കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹത്തിൻ്റെ എസ്സേകൾക്കുണ്ട്. അങ്ങനെയുള്ള വളരെ എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയ ഒരു എസ്സേയാണ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓഫ് സ്റ്റഡീസ് ബൈ ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൺ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് ആണ്. അദ്ദേഹം എസ്സേയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളല്ല, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്. എല്ലാ മേഖലയും കഴിവ് തെളിയിച്ചിട്ട് വളരെ ഫേമസ് ആയ ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എസ്സേ തുടങ്ങുന്നത് പഠനത്തെക്കുറിച്ച്, പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും ഫ്രാൻസിസ് ബേക്കൺ ജനിച്ചത് 1561 മരണം 1626 ബോൺ 1561 to 1626, that is the death date. Was born in London to parents who were members of the court of Queen Elizabeth I. അദ്ദേഹം വളരെ ഉയർന്ന ഉന്നതമായിട്ടുള്ള ഒരു തറവാട്ടിൽ തന്നെ ജനിച്ചൊരു വ്യക്തിയാണ്. ബോൺ ഇൻ ലണ്ടൻ ടു പാരൻസ് ഹു വർ മെമ്പേഴ്സ് ഓഫ് ദ കോർട്ട് ഓഫ് ക്യൂൻ എലിസബത്ത് I. അപ്പോൾ ക്യൂൻ എലിസബത്ത് Iൻ്റെ രാജസന്നിധിയിലുള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആളുകളുടെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്, ഫ്രാൻസിസ് ബേക്കൺ. ഹി അറ്റൻഡഡ് ട്രിനിറ്റി കോളേജ്. അദ്ദേഹത്തിന് പഠിച്ചതെല്ലാം വലിയ ഫേമസ് ആയ കോളേജുകളാണ്. ഹി അറ്റൻഡഡ് ട്രിനിറ്റി കോളേജ്, എൻറ്റേർഡ് ദ പ്രാക്ടീസ് ഓഫ് ദ ലോ ഇൻ ഹിസ് ലേറ്റ് ടീൻസ്. അദ്ദേഹത്തിൻ്റെ യങ്ങർ ടൈമിൽ തന്നെ അദ്ദേഹം ലോ പഠിച്ചിട്ടുണ്ട്. ട്രിനിറ്റി കോളേജിൽ തന്നെയാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ആൻഡ് ബിക്കെയിം എ മെമ്പർ ഓഫ് ദ ഹൗസ് ഓഫ് കോമൺസ് അറ്റ് ദ ഏജ് ഓഫ് 23. അദ്ദേഹം 23-ാം വയസ്സിൽ രാഷ്ട്രീയത്തിൽ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചൊരു വ്യക്തിയാണ് ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത്. ഹിസ് കരിയർ ഫ്ലറിഷ്ഡ് അണ്ടർ കിങ് ജെയിംസ് I, ബട്ട് ലേറ്റർ സ്കാൻഡൽസ് എൻഡഡ് ഹിസ് ലൈഫ് ആസ് എ പൊളിറ്റീഷ്യൻ. കിങ് ജെയിംസ് I ഇംഗ്ലണ്ട് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നല്ല കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടിയിട്ടുള്ള, ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് കിങ് ജെയിംസ് ഫസ്റ്റിൻ്റെ ടൈം. പിന്നീട് ഒരുപാട് അഴിമതി തുടങ്ങിയ വിഷയങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് അദ്ദേഹം തൻ്റെ പൊളിറ്റിക്കൽ കരിയർ അവസാനിക്കുകയാണ് പിന്നീടുള്ള സമയത്ത്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഹി വാസ് എ ഫിലോസഫർ ഓർ സയൻറ്റിസ്റ്റ് ബൈ നേച്ചർ and one of the most admired thinkers of his day. Bacon was a founder of the modern empirical tradition based on the closely observing the physical world, conducting controlled experiments, and interpreting the result of rationality to discover the working of the universe. Francis Bacon, he is not a person of the literature.
He was very famous scientist also. He has so many experiments done in a science field also, and moreover he was very famous philosopher and politician, and he was the best example of an all-rounder. So that was his quality. Of his many published works, he is best remembered for his essays collected from 1597 until after his death. His many published works is best remembered for his essays. അപ്പോൾ അദ്ദേഹം ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ പേരിൽ, ബിക്കോസ് ഹി വാസ് ദ ഫാദർ ഓഫ് എസ്സേസ്. Brief meditations noted for their wit and insight. Moreover, he has written meditation related notes and all. Actually, he was born on January 22nd, 1561. Died on April 9, 1626. He was a lawyer. I told you he was a lawyer because in the very younger time he has studied law in the Trinity College, and in the age of 23 he became the member of the parliament, being the House of Commons, and so as a result he was a great statesman. He was a politician, a statesman, and from his writings we know he was very great philosopher too, and master of the English tongue, and his English, his language of English or communication is very great English, very powerful English. So his English tongue is master in that field. He is remembered in literary terms for the sharp worldly wisdom of his essays. നേരത്തെ പറഞ്ഞു അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ എസ്സേകളിലൂടെ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത്. Bacon is considered the father of the English essay. I told you he was the youngest of the 5 sons of Sir Nicholas Bacon, Lord Keeper. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ലോർഡ് കീപ്പർ ആയിട്ടുള്ള സർ നിക്കോളാസ് ബേക്കൺ എന്ന് പറയുന്ന അച്ഛൻ്റെ മകനായിട്ട്, ഏറ്റവും ചെറിയ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. After becoming a barrister in 1582, he entered politics. After the barrister course, he entered into the politics. Barrister, you know, that is the 10th class passed, and he entered to the politics. Then Bacon sat in Parliament in 1584. He attached himself to the Earl of Essex, who was then the Queen's favourite. അങ്ങനെ അദ്ദേഹം ഏൾ ഓഫ് എസെക്സ് എന്ന ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു, because he was the favorite of Queen of that time. During the reign of James I, he was in his heights. He was in heights because he has got so many positions in the political field. He was knighted in 1603. The following posts are received by him during the time of the James I. He was knighted. Knight is one of the posts in the rule of the Britain, and he was knighted in 1603 and became Baron Verulam, the Viscount St. Albans, Solicitor General, Attorney General, Lord Keeper, and Lord Chancellor. All these great posts are handled by him during the time of the James I. His famous works, the Advancement of Learning, History of Henry VII, New Atlantis, then 58 essays such as Of Studies, Of Truth, Of Revenge, Of Parents and Children, Of Marriage and Single Life, Of Atheism, Of Nobility, Of Ambition, Of Death, etc. So many essays are there. Almost all topics are covered under this 58 essay collection. Now let's say something few about Of Studies. This is the Bacon's masterpiece. This essay is the masterpiece of Bacon, and in this he explains how and why
study. Why the knowledge? Why the knowledge is important? Why the study is important? He says, being a treatise, this a treatise of the study. What is the study? How is the study? When is the study? And how the study should be there? And all these kinds of the details are discussed in this of studies, this essay. Let's move to the essay of studies. നമുക്ക് എസ്സേയിലേക്ക് പോകാം. Here the essay is divided into different sections for the purpose of the study for the online class. Otherwise it is a very whole content of the essay, and here it is divided here. So it is very easy to understand these kinds of the system or these kinds of the structure of dividing or cutting of the lines. So anyway, the essay starts, studies serve for delight, for ornament and for ability. So very carefully listen this area. Studies serve for delight. So let's start about the studies. He says, studies serve for delight, studies serve for ornament, and studies serve for ability. Once again, studies serve for delight. The service of the study is delight, and also ornament, and also ability. പഠനത്തിൽ ചിലപ്പോൾ ആനന്ദം കണ്ടെത്തും. പല ആളുകൾക്കും പഠിക്കുമ്പോൾ അതിലൊരു ആനന്ദമുണ്ടാകും. ആനന്ദത്തോട് കൂടിയിട്ട് പഠിക്കാറുണ്ട്, ഡിലൈറ്റോട് കൂടിയിട്ട് ആസ്വദിച്ച് പഠിക്കാറുണ്ട്. പഠനം ചിലപ്പോൾ ആസ്വാദനത്തിനായിരിക്കാം, ചിലപ്പോൾ ആനന്ദത്തിനായിരിക്കാം. അതുപോലെ തന്നെ സ്റ്റഡീസ് ഫോർ ഓർണമെൻറ്റ്, പഠനം ചിലപ്പോൾ അലങ്കാരമായിരിക്കും. ചിലർക്ക് അങ്ങനെയാണ്. അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ പഠനം ഒരു അലങ്കാരമാണ്. സ്റ്റഡി ഈസ് ആൻ ഓർണമെൻറ്റ്, or this is for ornament. And the another important part of the study is study for ability. പഠിക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ല് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു എബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഒരു കഴിവിന് വേണ്ടിയിട്ടാണ്. പഠിക്കുമ്പോൾ നാം എന്തെങ്കിലും ഒരു കഴിവ് സ്വായത്തമാക്കിയിട്ടുണ്ടാവും. അതൊരു പക്ഷേ ലാംഗ്വേജ് സ്കില്ലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സ്കില്ലുകളായിരിക്കാം. സോ സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്, and also studies serve for ornament, and studies serve for ability. Three quality of study is mentioned here. Studies serve for delight, studies serve for ornament, and studies serve for ability. Their chief use for delight, എന്താണ് ഡിലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? is in privateness and retiring. പ്രൈവറ്റ്നെസ് ആൻഡ് റിട്ടയറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ടൈമിൽ ചിലപ്പോൾ നമ്മൾ വായിച്ചിട്ട് സ്വകാര്യമായിട്ട് പ്രൈവറ്റ് പ്ലേസിൽ പോയിരുന്നിട്ട് വായിക്കുമ്പോൾ നമുക്കൊരു ആനന്ദം കിട്ടും. അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീ ആയിട്ട് ഒരിടത്ത് ഇരിക്കുമ്പോൾ, പ്രൈവറ്റ് പ്ലേസിലിരിക്കുമ്പോൾ, ഒരു മെഡിറ്റേറ്റഡ് ലെവലിലിരിക്കുമ്പോൾ വായന അതൊരു ആനന്ദമാണ്, അതൊരു ആസ്വാദനമാണ്. ഫോർ ഓർണമെൻറ്റ് ഈസ് ഇൻ ഡിസ്കോഴ്സ്. അതേസമയം ഒരു പ്രസംഗ കല അല്ലെങ്കിൽ എഴുത്ത്, ഇങ്ങനെയുള്ള വ്യത്യസ്ത ഫീൽഡുകളിൽ ഒരു ഒഫീഷ്യൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു പബ്ലിക് ടോക്ക്, ഇങ്ങനെയുള്ള ഡിസ്കോഴ്സ് പരമായിട്ടുള്ള വിഷയങ്ങളിലാണെങ്കിൽ പഠനത്തിലൂടെ നമുക്കതിനെ അലങ്കാരമാക്കി മാറ്റാം. പഠനത്തിലൂടെ ഈ പ്രസംഗ കലയെ ആലങ്കാരികമാക്കാൻ പഠനത്തിലൂടെ കഴിയും. കാരണം പഠിച്ചവർക്കാണ് നല്ല ഭംഗിയിൽ സംസാരിക്കാൻ കഴിയുക, ഭംഗിയിൽ പ്രസംഗിക്കാനും എഴുതാനും നല്ല രീതിയിൽ എഴുതാനും ഒക്കെ കഴിയണമെങ്കിൽ നല്ല ഓർണമെൻ്റ് പോലെ, ഒരു അലങ്കാരം പോലെ, അല്ലെങ്കിൽ ഒരു ആഭരണം പോലെയാണ് പഠനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ കേൾക്കാൻ ഒരു സ്വരമാധുര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പഠിച്ച ആളുകൾ സംസാരിക്കുമ്പോൾ, പഠിച്ച ആളുകൾ എഴുതുമ്പോൾ അത് നല്ല ഓർണമെൻ്റ് പോലെയാണ്, അത് ഒരു ആഭരണം പോലെയാണ്, ഭംഗിയാണ്. ആൻഡ് ഫോർ എബിലിറ്റി ഈസ് ഇൻ ദ ജഡ്ജ്മെൻറ്റ്. എന്നാൽ
പഠിച്ച ആളുകൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളൊരു സ്കില്ലുണ്ടായിരിക്കും. ഫോർ എബിലിറ്റീസ് ഇൻ ജഡ്ജ്മെൻറ്റ്, കാരണം പഠിച്ച ആളുകൾക്കാണ് ഒരു വിഷയത്തിൽ ജഡ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക. ആൻഡ് ഡിസ്പൊസിഷൻ ഓഫ് ബിസിനസ്, കാര്യങ്ങളെല്ലാം ഒരു ഓർഡർ ആക്കുക. ഡിസ്പൊസിഷൻ മീൻസ് ഓർഡർ, കാര്യങ്ങളൊക്കെ ഒരു ഓർഡർ ആക്കി മാറ്റാൻ, ഒരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക ഒരു പഠിച്ച ആൾക്കാണ്. സോ സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്, ഫോർ ഓർണമെൻറ്റ് ആൻഡ് ഫോർ എബിലിറ്റി. Their chief use for delight is in privateness and retiring, for ornament is in discourse, and for ability is in the judgment and disposition of business. So these three facts are explained in the these following lines. Next paragraph. For expert men can execute and perhaps judge of particulars one by one. Expert man, an experienced man can execute, not a common man. An experienced and educated and a studied man can execute anything very perfectly and can implement anything. So implementation capacity or executing capacity will be availed with the help of the study. And perhaps judge of particulars one by one. An expert and experienced man can judge of particulars. Particular matters can be judged by with the help of with the skill of experience or expertness one by one. The general counsels and the plots and marshalling of affairs come best from those that are learned. Moreover, the general counsels, the advices and the plots, the plans and marshalling of affairs, കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കുക, കാര്യങ്ങളൊക്കെ ടൈഡി ആക്കുക, കം ബെസ്റ്റ് ഫ്രം ദോസ് ദാറ്റ് ആർ ലേൺഡ്. പഠിച്ച ആളുകൾക്കാണ് ഇതിനെല്ലാം കഴിയുക. ഉപദേശം നൽകാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും പദ്ധതി ആവിഷ്കരിക്കാനും എല്ലാം കഴിയുക ഒരു പഠിച്ച ആൾക്ക് മാത്രമാണ്. To spend too much time in studies is sloth. എന്നാൽ പഠനം എന്ന് പറയുമ്പോൾ എല്ലാ സമയം ഇരുന്ന് പഠിക്കുക എന്നല്ല. നോൺ സ്റ്റോപ്പായി ഒരു അക്ഷീണമായിട്ട് അല്ലെങ്കിൽ ഒരു സമയം മാറ്റിവെക്കാതെ ഫുൾ ടൈം പഠിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല രീതിയല്ല. അങ്ങനെ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടി പിടിക്കാൻ സാധ്യതയുണ്ട്. ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഈസ് സ്ലോത്ത്. It is just like a lazy. We will become a lazy person if we spend too much time in studies. To use them too much for ornament is affectation. ഇതുപോലെ തന്നെയാണ് ഒരു പ്രസംഗകല അല്ലെങ്കിൽ എഴുത്തിൽ ഒരു പഠിച്ച ആൾ തൻ്റെ പഠിച്ചതനുസരിച്ച് കൂടുതൽ സ്കില്ലുകൾ അതിൽ ഉപയോഗിക്കുമ്പോൾ അത് പക്ഷേ ഒരു അഫക്റ്റേഷനായി മാറും. മനസ്സിലായോ എന്നറിയില്ല. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് വാക്ചാതുരികൾ, ഒരുപാട് പുതിയ വാക്കുകൾ ഉപയോഗിക്കുക, ടഫായ വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ചുകൾ, വളരെ ടഫായിട്ട് ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഓവറായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ കാരണം ഒരു പക്ഷേ പഠിച്ചത് കൊണ്ടായിരിക്കാം. പഠിച്ചു എന്ന് കരുതിയിട്ട് പഠിച്ചതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടില്ല. പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ പ്രസംഗ കലയിലോ അല്ലെങ്കിൽ എഴുത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് വായനക്കാർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് സ്പെക്ടേറ്റേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ ടു യൂസ് ദം ടൂ മച്ച് ഫോർ ഓർണമെൻറ്റ് ഓവറായി കഴിഞ്ഞാൽ അതൊരു തരത്തിൽ അഫക്റ്റേഷനാണ്. അഫക്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു നാട്യം, അതൊരു ഓവർ ആക്ഷൻ, ഒരു ഷോയിങ് ആണ്. അപ്പം അങ്ങനെ ഷോ പാടില്ല. ടു മേക്ക് ജഡ്ജ്മെൻറ്റ് ഹോളി ബൈ ദെയർ റൂൾസ്. മൂന്നാമതൊരു കാര്യം, പഠിക്കുന്നത് നമ്മൾ ജഡ്ജ്മെൻറ്റിനാണ് കൂടി പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ വിവേചിച്ച് തീരുമാനിക്കാനുള്ളൊരു സ്കില്ല് പഠനത്തിലൂടെ കിട്ടും. എന്നാൽ ടു മേക്ക് ജഡ്ജ്മെൻറ്റ് ഹോളി ബൈ ദെയർ റൂൾസ്, എല്ലാ കാര്യങ്ങളും റൂൾ അനുസരിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഈസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. അതൊരു സ്കോളറിൻ്റെ എക്സെൻട്രിസിറ്റിയാണ്. ഒരു സ്കോളർ പഠിച്ചതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക എന്നത് നല്ല രീതിയല്ല. ഒരാൾ പഠിക്കണം,
പക്ഷേ കാര്യങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ ഒരു പടുവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല വിവരമുള്ള ഒരു സ്കോളർ, ഒരു പണ്ഡിതൻ, ഒരു സ്കോളർ താൻ പഠിച്ച നിയമം മാത്രമേ ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പിടിവാശിയാണ്. അതല്ലെങ്കിൽ അതൊരു എക്സെൻട്രിസിറ്റിയാണ്, അതൊരു ഹ്യൂമർ ഓഫ് സ്കോളറാണ്. അങ്ങനെ പാടില്ല. ചിലപ്പോൾ നമ്മൾ ചില വിഷയങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ എക്സ്പീരിയൻസിലൂടെ നേടിയെടുത്ത ചില കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ടു മേക്ക് ജഡ്ജ്മെൻറ്റ് ഹോളി ബൈ ദയർ റൂൾസ് ഈസ് ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. അപ്പോൾ അതൊരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന രീതിയല്ല. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ദ എക്സെൻട്രിസിറ്റി ഓർ ദ ഹ്യൂമർ ഓഫ് എ സ്കോളർ. സോ ഡോണ്ട് പ്രൊമോട്ട് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് ദ സിറ്റുവേഷൻ. ദേ പെർഫെക്റ്റ് ഹൂ ദ സ്കോളേഴ്സ്, ദേ പെർഫെക്റ്റ് നേച്ചർ. ആക്ച്വലി അവരെന്താ ചെയ്യുന്നത്? ദേ പെർഫെക്റ്റ് നേച്ചർ, അവർ നേച്ചറിനെ പെർഫെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആർ പെർഫെക്റ്റഡ് ബൈ എക്സ്പീരിയൻസ്. ആക്ച്വലി ശരിക്കും എക്സ്പീരിയൻസിലൂടെയാണ് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആകുക. പഠിച്ചു എന്ന് കരുതിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരാൾ പഠിച്ച് എല്ലാം ക്വാളിഫിക്കേഷനും നേടി പഠിച്ചു എന്ന് കരുതിയിട്ട് ഒരാൾക്ക് ഒരു സ്കിൽ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഒരാളുടെ സ്കില്ല് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയി മാറുക എല്ലായ്പ്പോഴും അതൊരു എക്സ്പീരിയൻസിലൂടെ മാത്രമാണ്. കാരണം ഫോർ നാച്ചുറൽ എബിലിറ്റീസ് ആർ ലൈക്ക് നാച്ചുറൽ പ്ലാന്റ്സ്. നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനുഷ്യന് ഇൻബോൺ ആയിട്ട് ഒരുപാട് സ്കില്ലുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള സ്കില്ലുകൾ നമ്മൾ എക്സ്പീരിയൻസിലൂടെ നേടിയെടുത്ത സ്കില്ലുകളായിരിക്കും. പക്ഷേ എക്സ്പീരിയൻസ് മാത്രവും പറ്റില്ല, പഠനവും മാത്രവും പറ്റില്ല. പഠനവും വേണം, എക്സ്പീരിയൻസ് വേണം. കാരണം നമ്മൾ നാച്ചുറലായി നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നാച്ചുറൽ പ്ലാന്റ്സ് പോലെയാണ്. നാച്ചുറൽ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ദാറ്റ് നീഡ് പ്രൂണിങ്. അത് നമ്മൾ എന്ത് ചെയ്യണം? വെട്ടി ഒതുക്കി വളരെ പ്രൂണിങ് ചെയ്യണം. അങ്ങനെ വെട്ടി ഒതുക്കുമ്പോഴാണ് ഒരു മരം നല്ല ഭംഗിയായിട്ട് മാറുക. ബൈ സ്റ്റഡി ആൻഡ് സ്റ്റഡീസ് ദംസെൽസ് ഡു ഗിവ് ഫോർ ഡയറക്ഷൻ ടു മച്ച് അറ്റ് ലാർജ് എക്സെപ്റ്റ് ദേ ബി ബൗണ്ടഡ് ബൈ എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് അതേ രീതിയിൽ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസിന് പരിഗണിക്കാതെ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പഠനത്തെ പരിഗണിക്കാതെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഇത് വെയ്ഗായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ദാറ്റ് വിൽ ബി ടു മച്ച് അറ്റ് ലാർജ്. that become a kind of the vague, except that they be bounded by experience. എക്സ്പീരിയൻസിനെയും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ പഠനവും വേണം, എക്സ്പീരിയൻസും വേണം. അപ്പോൾ മാത്രമാണ് ഒരാൾ പൂർണ്ണനാകുന്നത്, പാണ്ഡിത്യത്തിൽ പൂർണ്ണനാകുന്നത്. ഇനി മറ്റൊരു വിഷയം നോക്കാം. ക്രാഫ്റ്റി മെൻ കണ്ടം സ്റ്റഡീസ്. ആരൊക്കെയാണ് പഠനത്തെ സമീപിക്കുന്നത്? പഠനത്തെ സമീപിക്കുന്ന ആളുകൾ വ്യത്യസ്ത രീതിയിലുണ്ട്. ക്രാഫ്റ്റി മെൻ, ചില സൂത്രശാലികൾ ഉണ്ടാവും, കുരുട്ടുബുദ്ധി എന്നൊക്കെ ചില ആളുകൾ പറയും. ക്രാഫ്റ്റി മെൻ കണ്ടം സ്റ്റഡീസ്. അവർക്ക് പഠനത്തോട് എപ്പോഴും വെറുപ്പാണ്. അവർ എപ്പോഴും ക്രാഫ്റ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്നാൽ സിമ്പിൾ മെൻ അഡ്മയർ ദം. വേറെ ചില ആളുകളുണ്ട്, ഇവർ കോമൺ പേഴ്സൺസ് ആണ്, സിമ്പിൾ മാൻ ആണ്. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരൊരു ഇഡിയറ്റ്സിനെ പോലെയുള്ള സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് പഠനം എന്താണെന്ന് അറിയില്ല, പക്ഷെ അവർ അഡ്മയർ ചെയ്യും. പഠനത്തിനോട് അവർക്ക് എന്താണ് അഡ്മിറേഷൻ ഉണ്ട്, ഒരു താല്പര്യവും ആദരവും ബഹുമാനവും അതിനോടുള്ള പ്രത്യേക ഒരു മമതയൊക്കെ ഉണ്ടാവും. സിമ്പിൾ മെൻ, ബിക്കോസ് ദേ ആർ സിമ്പിൾ, ദേ ആർ അഡ്മയറിങ് ദ ലേണിംഗ് ആൻഡ് സ്റ്റഡി. എന്നാൽ എക്സാക്റ്റ് ആയിട്ട് ഈ പഠനത്തെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ ആൻഡ് വൈസ് മെൻ ആണ് യഥാർത്ഥ ആളുകൾ. നല്ല ബുദ്ധിയും ധിഷണയും അതേപോലെ തന്നെ പിന്നെ വിവേചന ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾ. വൈസ് മെൻ യൂസ് ദം. അവരാണ് ശരിക്കും ഈ സ്റ്റഡിയെ ഉപയോഗിക്കുന്നത്. ഫോർ ദേ ടീച്ച് നോട്ട് ദെയർ ഓൺ യൂസ്. കാരണം അവർ സ്വന്തത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. ക്രാഫ്റ്റിമെൻ ഒരു പക്ഷേ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. എന്നാൽ വൈസായ ഒരാൾ സ്വന്തത്തിന് വേണ്ടിയിട്ടല്ല. ബട്ട് ദാറ്റ് ഈസ് എ വിസ്ഡം. അതാണ് നല്ലൊരു ബുദ്ധി, വിസ്ഡം എന്ന് പറഞ്ഞത്. വിത്തൗട്ട് ദം ആൻഡ് എബോവ് ദം വൺ ബൈ ഒബ്സർവേഷൻ. അപ്പോൾ ഇത് നമുക്ക് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വിസ്ഡം നേടുക എന്നുള്ളത് വൈസ് മാൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഇനി ബേക്കൺ പറയാണ്, റീഡ് നോട്ട് ടു കോൺട്രാഡിക്റ്റ് ആൻഡ് കൺഫ്യൂസ്. നമ്മൾ വായിക്കുന്ന സമയത്ത് കോൺട്രാഡിക്റ്റ് ആകുന്ന രീതിയിൽ വായിക്കരുത്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. റീഡ് നോട്ട് ടു കോൺട്രാഡിക്റ്റ്. കൺഫ്യൂഷൻ ആകുന്ന രീതിയിൽ വായിക്കാൻ പാടില്ല. വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരരുത്.
So that is the contradict and confuse. Read not to believe and take for granted. വായിച്ചതെല്ലാം വിശ്വസിക്കാനും പാടില്ല. നമുക്കെല്ലാം വായിക്കണം, വായിച്ചിട്ട് അതിൽ വാട്ട് ഈസ്, അപ്പം നമ്മൾ ഫിൽട്ടർ ചെയ്യണം. ഒരു സംഭവം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു അരിപ്പയിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കണം. എഴുതിയതെല്ലാം വിശ്വസിക്കാൻ പാടില്ല, എഴുതിയതെല്ലാം അപ്പടി അത് വീങ്ങാൻ പാടില്ല. നോട്ട് ടു ബിലീവ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്, വായിക്കുന്നതെല്ലാം ശരിയാണെന്ന് കരുതിയിട്ട് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് അത് പരിഗണിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. നോട്ട് ടു ഫൈൻഡ് ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ്, അതേപോലെ തന്നെ പഠിക്കുന്നത് വായിക്കുന്നത് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡിസ്കോഴ്സിന് വേണ്ടി മാത്രമാകരുത്, പ്രസംഗത്തിന് വേണ്ടി മാത്രമാകരുത്, ജീവിതത്തിൽ കൂടി നമ്മൾ പകർത്താനായിരിക്കണം. നമ്മൾ സാധാരണ പല ആളുകളും പഠിക്കുമ്പോൾ അത് മൈക്കയുടെ മുന്നിലൂടെ അതൊരു ഏണിംഗ് ആയിട്ട് അല്ലെങ്കിൽ മണി ഏണിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആവരുത് പഠനം. നോട്ട് ടു ഫൈൻഡ് ടോക്ക് ആൻഡ് ഡിസ്കോഴ്സ്, എന്തെങ്കിലും സംസാരിക്കാനോ ഒരു ഡിസ്കോഴ്സ് എന്നൊരു പർപ്പസിലായിരിക്കരുത് വായന. വായന എന്നുള്ളത് അത് നല്ല ഒരു നമുക്ക് വേണ്ടി എന്നൊരു ചിന്തയിലായിരിക്കണം. പിന്നെ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു വായിക്കുമ്പോൾ വെയ് ആൻഡ് കൺസിഡർ, നമ്മൾ വായിക്കുന്ന കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് തൂക്കി നോക്കണം. വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് ബാഡ്, what is true, what is false, and then we have to consider what we have needs. Some books are to be tasted. ഇനി എങ്ങനെയുള്ള ബുക്സുകളൊക്കെയാണ് നമ്മൾ വായിക്കേണ്ടത്? ബേക്കൺ പറയാണ് പുസ്തകങ്ങൾ പല രീതിയിലുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്സ്. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്. ചില പുസ്തകങ്ങൾ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ, മുഴുവനായിട്ടും വായിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ ആ പുസ്തകം നമുക്ക് എന്താണ് അതിൽ പറഞ്ഞത് മനസ്സിലാവും. എല്ലാ പുസ്തകങ്ങളും ലോകത്തുള്ള ഒരുപാട് കോടാനക്കോടി പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഈ എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കേണ്ടതല്ല. ചില കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് മനസ്സിലാവും വാട്ട് ഈസ് റിട്ടൺ ഇൻ ദാറ്റ് ബുക്ക്. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി സാലോഡ്. ചില ബുക്കുകൾ നമ്മൾ സ്വാലോ, ജസ്റ്റ് വീങ്ങാം. അതായത് നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് നമ്മളെന്ത് വീങ്ങുക, അണ്ണാക്ക് തൊടാതെ വീങ്ങുക എന്നൊക്കെ പറയും. അതായത് അത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് വായിച്ച് കഴിക്കുക. അതേഴ്സ് ടു ബി സാലോഡ് ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. എന്നാൽ ചില പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്, ചവച്ചരച്ച് ദഹിക്കണം നമുക്ക് ആ പുസ്തകം. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പഠന പുസ്തകങ്ങളൊക്കെ നമ്മൾ ഈ രീതിയിൽ വായിക്കേണ്ടതാണ്. നമ്മൾ സിലബസിൻ്റെ ഭാഗമായിട്ടുള്ള പഠന പുസ്തകങ്ങൾ ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. അപ്പോൾ നമ്മൾ പഠിക്കാനുള്ള എല്ലാ പുസ്തകങ്ങളും പല പുസ്തകങ്ങളും ഇതുപോലെ തന്നെ ഇങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചില പുസ്തകങ്ങൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്താൽ മതി, ചിലത് ജസ്റ്റ് വീങ്ങിക്കഴിഞ്ഞാൽ നോവൽ ഫിക്ഷൻസ് ഒക്കെ പോലെയുള്ള പുസ്തകങ്ങൾ നമുക്ക് സ്വാലോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്റ്റോറി, ഫിക്ഷൻസ് ടൈപ്പ് ഓഫ് ഐറ്റംസ്, ഡ്രാമാസ്. അതേസമയം സം ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ദ ഫ്രാൻസിസ് ബേക്കൺ ടെക്സ്റ്റ് ബുക്സ് or these essays or these kinds of books should be chewed and digested. ചവച്ചരച്ച് ദഹിക്കണം. ഈ പറഞ്ഞ വിഷയം ഒന്നുകൂടെ വിശദീകരിക്കുകയാണ്. ദാറ്റ് ഈസ് സം ബുക്സ് ആർ ടു ബി റെഡ് ഓൺലി ഇൻ പാർട്ട്. അതായത് സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ പാർട്ട് മാത്രമേ വായിക്കേണ്ട ആവശ്യം വരുള്ളൂ. സം ബുക്സ് ആർ ടു ബി റെഡ് ഓൺലി ഇൻ പാർട്ട്. ദ പാർട്ട് ഓഫ് ദ ബുക്ക് ഈസ് ഇനഫ്. റീഡിങ് ദ പാർട്ട് ഓഫ് ദ ബുക്ക് ഈസ് ഇനഫ്. ജസ്റ്റ് ഒരു ഭാഗം മാത്രമേ വായിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. ചില പുസ്തകങ്ങൾ അങ്ങനെ മതി. അതേഴ്സ് ടു ബി റെഡ്, എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് അതേഴ്സ് ടു ബി റെഡ് ബട്ട് നോട്ട് ക്യൂരിയസ്ലി. വളരെ ക്യൂരിയസ് ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. വളരെ ക്യൂരിയസ്, ഓവറായി ജിജ്ഞാസയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ആൻഡ് സം ഫ്യൂ ടു ബി റെഡ് ഹോളി. ദ തേർഡ് കാറ്റഗറി, സം ഫ്യൂ ടു ബി റെഡ് ഹോളി ആൻഡ് വിത്ത് ഡിലിജൻസ് ആൻഡ് അറ്റൻഷൻ. വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ വായിക്കേണ്ടതാണ്. മൂന്നാമത്തെ സം ഫ്യൂ ടു ബി റെഡ് ഹോളി ആൻഡ് വിത്ത് ഡിലിജൻസ് ആൻഡ് അറ്റൻഷൻ. നല്ല അറ്റൻഷനോട് കൂടിയിട്ട് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വായിക്കേണ്ടതാണ്. ഇനി വേറെ ചില പുസ്തകങ്ങളുണ്ട്. സം ബുക്സ് ആൾസോ മേ ബി റെഡ് ബൈ ഡെപ്യൂട്ടി. ചില പുസ്തകങ്ങൾ നമുക്ക് നേരിട്ട് വായിക്കാൻ കഴിയില്ല, ഏതെങ്കിലും ഒരു സഹായി വേണ്ടി വരും, ചിലപ്പോൾ ഒരു ഗൈഡ് വേണ്ടി വരും.
അല്ലെങ്കിൽ ചില അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി വേണ്ടി വരും. അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. സം ബുക്സ് ആൾസോ മേ ബി റെഡ് ബൈ ഡെപ്യൂട്ടി. ഒരു ഹെൽപ്പിൻ്റെ ഒരു ഡെപ്യൂട്ടി മീൻസ് ഹിയർ ദ സമ്മറി ഓർ ദ അബ്സ്ട്രാക്റ്റ് ഓർ ദിസ് കൈൻഡ്സ് ഓഫ് ദ അബ്രിഡ്ജ്ഡ് വേർഷൻ. ഓക്കെ, ആൻഡ് എക്സ്ട്രാക്ട് മെയ്ഡ് ഓഫ് ദം ബൈ അതേഴ്സ്. ഇറ്റ് മേ ബി ഡൺ ബൈ അതേഴ്സ്. അതിൻ്റെ ഓദർ അല്ലാതെ മറ്റൊരു വ്യക്തി അതിനെ ഷോർട്ട് ചെയ്തായിരിക്കും. അങ്ങനത്തെ രീതിയിൽ നമുക്ക് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. ബട്ട് ദാറ്റ് വുഡ് ബി ഓൺലി ഇൻ ലെസ് ഇമ്പോർട്ടൻ്റ് ആർഗ്യുമെൻറ്റ്സ്. പക്ഷേ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകങ്ങളാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒറിജിനൽ പുസ്തകം തന്നെ വായിച്ചിരിക്കണം. എന്നാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പുസ്തകമാണെങ്കിൽ നമ്മൾ സമ്മറി മതി വായിക്കേണ്ട ആവശ്യമുള്ളൂ. സാന്ദർഭികമായി പറയുകയാണെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കണം. അതിൻ്റെ ഗൈഡോ അതിൻ്റെ സമ്മറിയോ അല്ല വായിക്കേണ്ടത്, അത് നമ്മൾ പൂർണ്ണമായി വായിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പുസ്തകങ്ങൾ മാത്രമാണ് സമ്മറി അല്ലെങ്കിൽ അബ്രിഡ്ജ്ഡ് വേർഷൻ ഉപയോഗിക്കേണ്ടത്. ആൻഡ് ദ മീനർ സോർട്ട് ഓഫ് ബുക്ക്, അതേപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മീനറായിട്ടുള്ള അൺഇമ്പോർട്ടൻ്റ് ആയ തരത്തിലുള്ള പുസ്തകങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വായിക്കേണ്ടത്. എൽസ്, അതല്ലെങ്കിൽ എന്താ പ്രശ്നം വരും വെച്ചാൽ എൽസ് ഡിസ്റ്റിൽഡ് ബുക്സ് ആർ ലൈക്ക് കോമൺ ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ് ഫ്ലാഷി തിങ്സ്. അതായത് ഡിസ്റ്റിൽഡ് ബുക്സ്, അതായത് ഇങ്ങനെയുള്ള അബ്രിഡ്ജ്ഡ് ആയ പുസ്തകങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റിക്കുറിക്കുക, വാറ്റിയെടുത്ത ആറ്റിക്കുറിക്കുക, ഇങ്ങനെയുള്ള അബ്രിഡ്ജ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്? ആർ ലൈക്ക് കോമൺ ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ്. ഡിസ്റ്റിൽഡ് വാട്ടർ വാറ്റുവെള്ളം പോലെയാണ്, ഡിസ്റ്റിൽഡ് വാട്ടറിനെ പോലെയാണ്. ദേ ആർ ഫ്ലാഷി തിങ്സ്, കാരണം അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല, അത് ഫ്ലാഷിയാണ്. ദാറ്റ് ഈസ് നോട്ട് ഇനഫ് ക്വാളിറ്റി, which has no enough quality. So that's the problem mentioned while using these kinds of the summary or the this abridged versions. ഇനി ഫ്രാൻസിസ് ബേക്കൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരു കോട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഓഫ് സ്റ്റഡീസിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതിൻ്റെ ഏറ്റവും മധ്യഭാഗത്തായിട്ടാണ് വരുന്നത്. റീഡിങ് മെയ്ത്ത് എ ഫുൾ മാൻ. റീഡിങ് മെയ്ത്ത് എ ഫുൾ മാൻ. വായന ഒരാളെ പൂർണ്ണനാക്കുന്നു. റീഡിങ് മേക്സ് എ ഫുൾ മാൻ, എ കംപ്ലീറ്റ് മാൻ. If a person read more, he will become a full man. He will be a great man. So പൂർണ്ണനായ ഒരാളായി മാറും. കോൺഫറൻസ് എ റെഡി മാൻ. കോൺഫറൻസ് മീൻസ് കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ. എ റെഡി മാൻ, നമ്മളൊരു കോൺഫറൻസ് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മളൊരു കോൺവെർസേഷൻ നടത്തുകയാണെങ്കിൽ വി വിൽ ബി എ റെഡി മാൻ, എല്ലാറ്റിനും തയ്യാറായിട്ടുള്ള, ക്യുക്ക് വിറ്റഡ് ആയിട്ടുള്ള, പെട്ടെന്ന്. കാരണം വായന പോലെയല്ല സംസാരം അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഒരാൾ അപ്പുറത്ത് നിന്ന് ഒരാളൊന്ന് പറയുമ്പോൾ തിരിച്ച് അപ്പോൾ തന്നെ നമുക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്യുക്ക് വിറ്റഡ് ആയിരിക്കണം. വായനയോ എഴുത്തുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊടുക്കേണ്ട വിഷയമായതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്യുക്ക് വിറ്റഡ് ആയിരിക്കണം. സോ എ മാൻ വിൽ ബി റെഡി ഇൻ ഓൾ ടൈം. ദെൻ റൈറ്റിംഗ് ആൻ എക്സാക്റ്റ് മാൻ. എന്നാൽ എഴുതുന്ന ആൾ ഒരു എക്സാക്റ്റ് ആയ ആളായിരിക്കാം. കാരണം ഒരാൾക്ക് എഴുതണമെങ്കിൽ ഒരുപാട് വായന വേണം, ഒരുപാട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകണം, ഒരുപാട് അറിവുകൾ സ്വായത്തമാവുന്ന ആൾക്ക് മാത്രമാണ് എഴുതാൻ കഴിയുക. സോ റൈറ്റിംഗ് ആൻ എക്സാക്റ്റ് മാൻ. ഒരാൾ എഴുത്തുകാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് എഴുത്തുകാരനാകണമെങ്കിൽ he should be an exact man and he should get all kinds of knowledge. So therefore, if a man write a little, he had need have a great memory. അതുകൊണ്ട് ഒരാൾ എഴുതണമെങ്കിൽ അദ്ദേഹത്തിന് നല്ല മെമ്മറി കപ്പാസിറ്റി വേണം. ഇഫ് ഹി കോൺഫർ എ ലിറ്റിൽ, കുറച്ചാരോടെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ, കോൺവെർസേഷൻ നടത്തണമെങ്കിൽ ഹി ഹാഡ് നീഡ് ഹാവ് എ പ്രസൻറ്റ് വിറ്റ്, ക്വിക്ക് വിറ്റ് വേണം. ആൻഡ് ഇഫ് ഹി റീഡ് ലിറ്റിൽ, കുറച്ച് വായിക്കണമെങ്കിൽ ഹി ഹാഡ് നീഡ് ഹാവ് മച്ച് കണ്ണിങ്, വായിക്കാനുള്ളൊരു കണ്ണിങ് എങ്കിലും വേണം. ടു സീം ടു നോ ദാറ്റ് ഹി ഡസ് നോട്ട്. To seem to know that he does not.
എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ഹി ഹാഡ് നീഡ് ഹൗ മച്ച് കണ്ണിങ് ടു സീം ടു നോ ആൻഡ് ഹി ഡസ് നോട്ട്. അത് മനസ്സിലാക്കാൻ കഴിയണം, എന്നാലാണ് അത് വായിക്കാൻ കഴിയുക. ഇഫ് ഹി റീഡ് ലിറ്റിൽ ഹി ഹാഡ് നീഡ് ഹൗ മച്ച് കണ്ണിങ് ടു സീം ടു നോ, അറിയാനുള്ള, മനസ്സിലാക്കാൻ കഴിയണം. ആൻഡ് ദാറ്റ് ഹി ഡസ് നോട്ട്. ഡസ് നോട്ട് മീൻസ് ഡസ് നോട്ട്. അറിയാത്തത് എന്ത് ചെയ്യണം? അറിയാത്തത് അറിയാൻ കഴിയണം. അറിയാത്തത് അറിയാൻ കഴിയുന്ന ഒരു സ്കില്ലുണ്ടാവണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാണ് വായിക്കാൻ കഴിയുക. ഇനി മറ്റു ചില പഠന ശാഖകളെയും കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ ബേക്കൺ എല്ലാ വിഷയങ്ങളെയും തൊട്ടുകൊണ്ടുള്ള ഒരു ഒരു സ്റ്റഡിയെക്കുറിച്ചാണ് പറയുന്നത്. ഹിസ്റ്ററീസ് മേക്ക് മെൻ വൈസ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു പണ്ഡിതനല്ല. ബേക്കൺ എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും പഠിച്ചിരിക്കണം. അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററീസ് മേക്ക് മെൻ വൈസ്. നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ ദേ വിൽ ബി വൈസ് മെൻ. ഹിസ്റ്ററീസ് മേക്ക് മെൻ വൈസ്. ആളുകൾ വൈസായിട്ട് മാറും, നല്ല ബുദ്ധിയുള്ള ആളുകളായിട്ട് മാറും ചരിത്രം പഠിച്ചാൽ. പോയറ്റ്സ് വിറ്റി. എന്നാൽ വിറ്റി മീൻസ് ഇമാജിനേറ്റീവ്. എന്നാൽ പോയറ്റ്സുകൾ ഇമാജിനേറ്റീവ് ആയിരിക്കും. ഒരാൾ പോയട്രി എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ പോയട്രി മനസ്സിലാക്കുകയാണെങ്കിൽ ഹി വിൽ ബി ഇമാജിനേറ്റീവ്. മോർ വിറ്റി ആയിരിക്കും, ഇമാജിനേറ്റീവ് ആയിരിക്കും. ദ മാത്തമാറ്റിക്സ് സബ്റ്റിൽ. എന്നാൽ മാത്തമാറ്റിക്സ് വേറെ ചില രീതിയിലാണ്. മാത്തമാറ്റിക്സ് സബ്റ്റൈൽ. മാത്തമാറ്റിക്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെരി ഈസിലി. സോ നല്ല കൂർമ്മമായിട്ടുള്ള ബുദ്ധി, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ബുദ്ധിയുള്ള ആളുകൾക്കാണ് മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് മാത്തമാറ്റിക്സ് പഠിക്കാം. അപ്പോൾ ഹിസ്റ്ററി പഠിക്കണം, പോയട്രി പഠിക്കണം, മാത്തമാറ്റിക്സ് പഠിക്കണം. ഹിസ്റ്ററി ഫോർ ടു ബി വൈസ് മെൻ, poetry for to be witty or imaginative, and mathematics to be wise and also subtle. Natural philosophy deep. If we study natural philosophy, it will make us a deep person or deep thinking person. If we study moral, we have a kind of the mentality of the grave. മരണത്തെക്കുറിച്ചുള്ള, ശ്മശാനത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത വരും മോറൽ പഠിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഹിയർ ആഫ്റ്റർ വേൾഡിനെ കുറിച്ചുള്ള ചിന്ത, മോറൽ നോളജ്. സോ മോറൽ നോളജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഹിയർ ആഫ്റ്റർ വേൾഡിനെ കുറിച്ചും മറ്റൊക്കെ ഉള്ള ചിന്ത വരിക. ലോജിക് ആൻഡ് റിട്ടറിക് ആബിലിറ്റി കണ്ടന്റ്. ഇനി നമ്മൾക്ക് മറ്റൊരാളുമായിട്ട് വാദിക്കുക, മറ്റൊരാളുമായിട്ട് ഫൈറ്റ് ചെയ്യുക, ആർഗ്യുമെൻറ്റുകൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു സ്റ്റഡി ലോജിക് ആൻഡ് റിട്ടറിക്. തർക്കശാസ്ത്രം പഠിക്കണം. ഇനി അദ്ദേഹം ലാറ്റിനിലെ ഒരു ഫേമസ് ആയ കോട്ട് അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ കൊണ്ടുവരുന്നുണ്ട്. എബ്യൂണ്ട് സ്റ്റഡിയ ഇൻ മോർസ്. ഒരു ലാറ്റിൻ കോട്ടാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റഡീസ് പാസ് ഇൻ ടു ക്യാരക്ടർ എന്നാണ്. നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും. പഠിക്കുന്ന ആളുടെ സ്വഭാവവും പഠിക്കാത്ത ആളുടെ സ്വഭാവവും വ്യത്യസ്തമായിരിക്കും. സോ അബൻഡ് സ്റ്റഡിയ ഇൻ മോർസ്, സ്റ്റഡി പാസ് ഇൻ ടു ക്യാരക്ടർ. ഓട്ടോമാറ്റിക്കലി ഇഫ് വി സ്റ്റഡി എനിത്തിങ് it can be seen in our character. So study pass into character. No, nay means no. There is no stone or impediment in the wit, but may be wrought out by fit studies. നമ്മൾ ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു കരടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ കഴിയും. മനസ്സിൽ നമ്മൾ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക, പഠനത്തിലൂടെ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ്. ദർ ഇസ് നോ സ്റ്റോൺ ഓർ ഇമ്പഡിമെൻറ്റ് ഇൻ ദ വിറ്റ്, ബട്ട് മേ ബി ആക്ച്വലി ബുദ്ധിയിൽ ഒരു പ്രശ്നമില്ല, ഇനി ഉണ്ടെങ്കിൽ ദാറ്റ് മേ ബി റോട്ട് ഔട്ട് ബൈ ഫിറ്റ് സ്റ്റഡീസ്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠനത്തിലൂടെ വർക്കൗട്ട് ചെയ്യാം. ദെൻ ലൈക്ക് ആസ് ഡിസീസ് ഓഫ് ദ ബോഡി മേ ഹാവ് അപ്രോപ്രിയേറ്റ് എക്സസൈസ്. ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ നമുക്ക് എക്സസൈസിലൂടെ
ഒഴിവാക്കാൻ കഴിയും. എക്സസൈസിലൂടെ പല അസുഖങ്ങളും നമുക്ക് മാറ്റാൻ കഴിയും. ഇങ്ങനെ എക്സസൈസിലൂടെ അസുഖങ്ങളെ മാറ്റുന്നത് പോലെ തന്നെയാണ് പഠനത്തിലൂടെ പഠിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ സ്റ്റോൺ ആൻഡ് റെയിൻസ്. ഇനി അദ്ദേഹം ചില ഫിസിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയാണ്. ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ സ്റ്റോൺ ആൻഡ് റെയിൻസ്. സ്റ്റോൺ, യൂറിനൽ സ്റ്റോൺസ്, അതേപോലെ തന്നെ കിഡ്നി ഡിസീസുകളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ബൗളിംഗ് യൂസ്ഫുള്ളാണ്. ഷൂട്ടിംഗ് ഫോർ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്. ഇഫ് യു ഷൂട്ട് എ ലോട്ട് it will be useful for lungs and breast. You know, the shooting of the militaries, those kinds of the shooting situation, if we create or study or exercise this shooting, it will be very good for lungs and breast. Gentle walking for stomach. അതുപോലെ തന്നെ നമ്മൾ brisk walking, brisk walking, it is good for stomach. Then riding for the head. ഇഫ് വി റൈഡ്, നമ്മളിപ്പോൾ ഒരു കുതിരയുടെ പുറത്ത്, ഇത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഹോഴ്സിൻ്റെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഹെഡിന് നല്ലതാണ്. ഇപ്പോൾ ഉള്ള കാറിൽ റൈഡ് ചെയ്യുന്നതിനെ കുറിച്ചല്ല, അന്നത്തെ ഒരു വാഹനമായിരുന്നു. കുതിരയിലൊക്കെ കയറിങ്ങുമ്പോൾ നമ്മുടെ തലക്ക് നല്ല സുഖമുണ്ടാകും, കാരണം ഹെഡ് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ റൈഡിങ് ഈസ് ഗുഡ് ഫോർ ഹെഡ് ആൻഡ് ദ ലൈക്ക്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമുക്ക് നമ്മുടെ ഓരോ വിഷയത്തിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഇഫ് എ മാൻസ് വിറ്റ് ബി വാണ്ടറിങ്, ചില ആളുകൾക്ക് മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറയും. എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നത്? കോൺസെൻട്രേഷൻ കിട്ടാനുള്ളൊരു ഏറ്റവും വലിയൊരു ഒറ്റമൂലി എന്ന് പറയുന്നത്, ഇഫ് എ മാൻസ് വിറ്റ് ബി വാണ്ടറിങ്, ലെറ്റ് ഹിം സ്റ്റഡി ദ മാത്തമാറ്റിക്സ്. അവർ മാത്തമാറ്റിക്സ് പഠിക്കണം. മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിക്ക് നല്ല ഒരു ഷാർപ്പായിരിക്കും. ബുദ്ധി ഷാർപ്പായി മാറും, വാണ്ടേഡ് ആവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ല. നമുക്ക് വിഷയത്തിലെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് മാത്തമാറ്റിക്സ് പഠിച്ചാൽ കിട്ടും. ഫോർ ഇൻ ഡെമോൺസ്ട്രേഷൻ ഇഫ് ഹിസ് വിറ്റ് ബി കോൾഡ് അവേ നെവർ സോ ലിറ്റിൽ ഹി മസ്റ്റ് ബിഗിൻ അഗെയിൻ. ഫോർ ഇൻ ഡെമോൺസ്ട്രേഷൻ, നമ്മളിപ്പോൾ ഡെമോ കാണുകയാണെങ്കിൽ അതുകൊണ്ടൊരു ഗുണം എന്താ? ഇതുപോലെ ഡെമോൺസ്ട്രേഷൻ, നമ്മളൊരു വിഷയത്തിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഡെമോ വീണ്ടും കാണുക. വീണ്ടും കാണുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും നമുക്ക് മനസ്സിലാകാത്ത കാര്യമെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാകുന്നില്ല, അത് റിപ്പീറ്റ് ചെയ്യുക. ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇഫ് ഹിസ് വിറ്റ് ബി നോട്ട് ആപ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ഓർ ഫൈൻഡ് ഡിഫറൻസസ്, തൻ്റെ ബുദ്ധിക്ക് കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാര്യങ്ങളെ വേർതിരിച്ചറിയാനോ അല്ലെങ്കിൽ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ലെറ്റ് ഹിം സ്റ്റഡി, അവൻ പഠിക്കട്ടെ. എന്ത് പഠിക്കണം? ദ സ്കൂൾമെൻ, അവർ മീൻസ് ഫിലോസഫേഴ്സ്. അവർ ഫിലോസഫേഴ്സിനെ കുറിച്ച് പഠിക്കണം. കാരണം അവരിങ്ങനത്തെ വിഷയങ്ങൾ ഡീപ്പായിട്ട് പഠിച്ച ആളുകളാണ്. അപ്പോൾ ഫിലോസഫീസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവുണ്ടാവും. ഫോർ ദേ ആർ സിമിനി സെക്ടേഴ്സ്. കാരണം ദേ ആർ സിമിനി സെക്ടേഴ്സ്, അവരെക്കുറിച്ച് പറയുന്നത് അവർ ഫിലോസഫേഴ്സ് സിമിനി സെക്ടേഴ്സാണ്. സിമിനി സെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെയർ സ്പ്ലിറ്റേഴ്സാണ്. മുടിനാരിനെ രണ്ടാക്കാൻ കഴിയുന്ന സ്കില്ലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി കുറയുകയാണെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഫിലോസഫികളെ പഠിച്ചു കഴിഞ്ഞാൽ, ഫിലോസഫേഴ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഓവർകം ചെയ്യാൻ കഴിയും. ഇഫ് ഹി ബി നോട്ട് ആപ്റ്റ് ടു ബീറ്റ് ഓർ മാറ്റേഴ്സ് ആൻഡ് ടു കോൾ up one thing to prove and illustrate another, let him study the lawyers. നമുക്ക് വിഷയങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, if he be not apt to beat our matters, കാര്യങ്ങളെ കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കാരണം ഈ ലോയേഴ്സുകളാണ് ഈ വിഷയത്തെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുന്ന ആളുകൾ. അപ്പോൾ ഒരു കെയർഫുള്ളായിട്ടൊരു വിഷയത്തെ കുറിച്ച് പരിശോധിക്കാൻ നമുക്ക് പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ലോയേഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ ലോ പഠിക്കണം, ലോയേഴ്സിനെ കുറിച്ച് പഠിക്കണം. ഇഫ് ഹി ബി നോട്ട് ആപ്റ്റ് ടു ബീറ്റ് ഓവർ മാറ്റേഴ്സ്, വിഷയങ്ങളെ കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ,
ആൻഡ് ടു കോൾ അപ്പ് വൺ തിങ് ടു പ്രൂവ് ആൻഡ് ഒരു വിഷയം ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ആൻഡ് ഇല്ലസ്ട്രേറ്റ് അനദർ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ലെറ്റ് ഹിം സ്റ്റഡി ദ ലോയേഴ്സ് കേസസ്. അവർ ലോയേഴ്സ് കേസസ് പഠിക്കട്ടെ. ലോയേഴ്സിൻ്റെ കേസുകൾ പഠിച്ചു കഴിഞ്ഞാൽ ലോ മാത്രമല്ല, ഒരു ലോയർ വാദിച്ച വിവിധ കേസുകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെയധികം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സോ എവ്രി ഡിഫക്റ്റ് ഓഫ് ദ മൈൻഡ് മേ ഹാവ് എ സ്പെഷ്യൽ റെസിപ്റ്റ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങൾക്കും റെമഡി ഉണ്ട്, പരിഹാരമുണ്ട്, റെസിപ്റ്റ് ഉണ്ട്. അതാണ് റെമഡി ഉണ്ട്. നമ്മൾ അപ്പോൾ പഠനം എന്നാൽ എല്ലാറ്റിനും അതൊരു ഒറ്റമൂലിയാണ്. എന്ത് പ്രശ്നത്തിനും പരിഹാരം പഠനത്തിലുണ്ട്. പക്ഷേ അത് വ്യത്യസ്ത ശാഖകളിലായിരിക്കാം. ഒരൊറ്റ വിഷയം പഠിച്ചാൽ എല്ലാം മനസ്സിലാവണമെന്നില്ല. നമ്മൾ വ്യത്യസ്ത വിഷയങ്ങൾ പഠിച്ച് നമ്മൾ എല്ലാറ്റിനും നമുക്ക് പരിഹാരം നേടാൻ കഴിയും. So every defect of the mind may have a special receipt. ഇനി നമുക്ക് അപ്പോൾ ഇത്രയുമാണ് ഈ എസ്സേ പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവരും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. നിങ്ങളൊരു നോട്ട്ബുക്കിൽ ഇത് ആൻസർ ചെയ്ത്, നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഈ വീഡിയോയിൽ മൊത്തം ടെക്സ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾ സ്വയം ഇത് പഠിച്ച് മനസ്സിലാക്കി താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. അത് വർക്കൗട്ട് ചെയ്തിട്ട് അതൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെ പറയുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് നമുക്ക് ജസ്റ്റ് വായിക്കുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ആ വിഷയം നിങ്ങൾ പഠിച്ചിട്ട് എഴുതിയിട്ട് നിങ്ങൾ ത്രൂ ഡിജിറ്റൽ ഫോമാറ്റിലായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അത് ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യും. Now answer the following questions. What are the main uses of studies according to Bacon? ബേക്കൻ്റെ അഭിപ്രായം അനുസരിച്ച് പഠനത്തിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തെല്ലാം? What is the point of comparison between natural abilities and natural plants? പ്രകൃതിപരമായ കഴിവും പ്രകൃതിയിലെ മരങ്ങളും തമ്മിലുള്ള സാമ്യതകൾ എന്തെല്ലാമാണെന്ന് ബേക്കൻ്റെ അഭിപ്രായം അനുസരിച്ച്. How does Bacon categorize books? ബേക്കൺ ബുക്സുകളെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? ഹൗ ഡു ദ ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഹെൽപ്പ് മാൻ? വ്യത്യസ്ത ഭാഷകൾ പഠിക്കുമ്പോൾ അത് എങ്ങനെ ആളുകൾക്ക് ഉപയോഗപ്പെടും? എക്സ്പ്ലെയിൻ അബണ്ട് സ്റ്റഡിയ ഇൻ മോർസ്. ഈ ലാറ്റിൻ പദത്തിന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയണം. വാട്ട് ആർ ദ റെമഡീസ് സജസ്റ്റഡ് ബൈ ഫോർ ദ ഡിഫറെൻറ്റ് മെൻ്റൽ ഡെഫിഷ്യൻസീസ്? വ്യത്യസ്ത മെൻ്റൽ പ്രോബ്ലംസിന് എന്തൊക്കെ പരിഹാരങ്ങളാണ് ബേക്കൺ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്? വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ഡിസീസസ് ഓഫ് ദ ബോഡി ആൻഡ് ദ മൈൻഡ്? വാട്ട് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ ഡിസീസസ് ഓഫ് ബോഡി ആൻഡ് മൈൻഡ്? ബോഡിയിലെയും മനസ്സിലെയുമുള്ള അസുഖങ്ങളുടെ സിമിലാരിറ്റി എന്തെല്ലാമാണ്? വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്റ്റഡീസ്? പഠനം കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം? ഹൗ ഡു ഡിഫറെൻറ്റ് മെൻ അപ്രോച്ച് സ്റ്റഡീസ്? വ്യത്യസ്ത ആളുകൾ എങ്ങനെയൊക്കെയാണ് പഠനത്തെ സമീപിക്കുന്നത്? വാട്ട് ആർ ബേക്കൺസ് ഒബ്സർവേഷൻ ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിംഗ്? വ്യത്യസ്ത വായനയെക്കുറിച്ച് ബേക്കൻ്റെ അഭിപ്രായം, ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ബേക്കൺസ് ഐഡിയാസ് ഓൺ ദ അപ്രോപ്രിയേറ്റ് റെമഡീസ് ഫോർ ദ ഡിസീസ് ഓഫ് ദ മൈൻഡ്? മനസ്സിൻ്റെ അസുഖങ്ങൾക്കുള്ള പരിഹാരം എന്ന രീതിയിൽ ബേക്കൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തെല്ലാമാണ്? ഒരു എക്സ്റ്റേണൽ ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഹൂ ഈസ് ദ ഓതർ ഓഫ് ഓൺ സ്റ്റഡീസ്? നമ്മളിവിടെ ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് ആണ് പഠിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഓൺ സ്റ്റഡീസ് എന്ന് പറയുന്നൊരു വർക്കുണ്ട്. ഈ ഓൺ സ്റ്റഡീസ് ആരാണ് എഴുതിയിട്ടുള്ളത്? താങ്ക് യു ഫോർ ലിസണിങ്.